എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ ആഴമേറിയതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത് നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ അവസാനിക്കുമ്പോഴാണ്. അതായത് യുവർ ഗ്രോത്ത് ബിഗിൻസ് വെൻ യുവർ കംഫർട്ട് സോൺ എൻഡ്സ് എന്നതാണ്. ഈ വാചകം നമ്മൾ പലപ്പോഴായും കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയാറുണ്ടോ? ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്താണ് കംഫർട്ട് സോൺ? ഇതൊരു മാനസികാവസ്ഥയാണ്. നമുക്കെല്ലാം പരിചിതമായതും കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരവസ്ഥ. ഉദാഹരണത്തിന്, ഒരു ജോലിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകില്ല. അതുപോലെ എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുക, ഒരേ കൂട്ടുകാരുമായി മാത്രം സംസാരിക്കുക. ഈ അവസ്ഥകളിൽ നമുക്ക് വലിയ ഭയമോ സമ്മർദ്ദമോ അനുഭവപ്പെടില്ല. എല്ലാം വളരെ സുരക്ഷിതമായി തോന്നും. എന്നാൽ ഈ സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നമ്മുടെ തലച്ചോർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് പുതിയ വെല്ലുവിളികൾ ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടിയാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാകും. അതായത് പുതിയൊരു ഭാഷ പഠിക്കുക, പുതിയൊരു ഹോബി ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ സംസാരിക്കുക. ഇതെല്ലാം നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നാം. ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടേക്കാം. എന്നാൽ ഈ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ വികസിക്കുക. നമ്മുടെ ശരീരം ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് ശക്തിപ്പെടുന്നത്. അതുപോലെയാണ് നമ്മുടെ മനസ്സും. പുതിയ സാഹചര്യങ്ങൾ നമ്മൾ സ്വയം പരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യും. എങ്ങനെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നതാണ്. ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാതെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുക. പുതിയൊരു വഴിയിലൂടെ ഓഫീസിലേക്ക് പോകാൻ ശ്രമിക്കുകയോ അപരിചിതനായ ഒരാളോട് ചിരിച്ച് സംസാരിക്കാനൊക്കെ ആരംഭിക്കാം. രണ്ടാമത്തെ കാര്യം, പരാജയത്തെ ഭയക്കാതിരിക്കുക എന്നതാണ്. പരാജയങ്ങൾ ജീവിതത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുക. പരാജയപ്പെട്ടാലും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ ജോലിയുമായി ബന്ധമില്ലാത്ത ഒരു പുതിയ വിഷയം പഠിക്കാൻ ശ്രമിക്കുക. അതൊരു സംഗീത ഉപകരണമാകാം, പാചകമാകാം, അല്ലെങ്കിൽ പുതിയൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയാകാം. ഇത് നിങ്ങളുടെ തലച്ചോറിന് പുതിയ വെല്ലുവിളി നൽകും. ഓർക്കുക, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കാം, പക്ഷേ നിങ്ങൾ വളരുന്നില്ല. ജീവിതം എന്നതൊരു യാത്രയാണ്. പുതിയ അനുഭവങ്ങൾ നേടാനും പുതിയ കഴിവുകൾ നേടാനും നമുക്ക് അവസരങ്ങളുണ്ട്. ഭയങ്ങളെ മാറ്റി നിർത്തി നിങ്ങളുടെ സുരക്ഷിതത്തിൻ്റെ വലയത്തിൽ നിന്ന് പുറത്തു വരിക. അപ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത്.